ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു, എന്താണ് എന്റെ അമ്മേ? പിന്നെ നീ ആ മന്ത്രിയുടെ മോളെ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ട് കെട്ടാതെ വിട്ട് കളഞ്ഞത് ശരിയായില്ല. നിന്റെ അമ്മായിമ്മ വന്നേക്കണു, ഓടി വാടി. വേറെ ആരും ഇല്ല ഇവിടെ? രണ്ടുപേരും ഇങ്ങോട്ട് അയക്ക്, ഈ ലോഡ് ഇറക്കണ്ടേ? ലോഡ് ഇറക്കാനോ? യൂണിയൻകാരെ വിളിക്കണം. സംശയിക്കണ്ടടി, മത്തങ്ങാക്കുത്തിന് കണ്ണു കിട്ടാതിരിക്കാൻ നോക്കി വെച്ചേക്കണ നോക്കുത്തിയല്ല, നിന്റെ അമ്മായിയമ്മ തന്നെയാ. ചേട്ടാ, ദാ അമ്മ വന്നേക്കുന്നു. അയ്യോ അമ്മേ, മോളെ, ഓ, എത്ര പവിത്രമായ ബന്ധം. മൂർഖനും കീരി. എന്റെ അമ്മ ഈ തള്ള എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്നെ നാണം കെടുത്തതാണോ ഈശ്വര? അമ്മേ, അയ്യോ മോനെ, അമ്മ, അയ്യോ എന്റെ അമ്മച്ചി. നീ പോത്തുപോലെ അങ്ങ് ചീർത്തു പോയല്ലോടാ. അച്ഛ വീട്ടിലെ ഫുഡ് നിനക്ക് പിടിച്ചു പോയല്ലോടാ. വന്ന് ഇറങ്ങി ഉടനെ എന്നെ ഇങ്ങനെ ചീത്ത പറയല്ലേ അമ്മേ. ആ പെട്ടിയൊക്കെ ഓട്ടോ ഇന്നിങ്ങ എടുക്ക്. എന്റെ അമ്മ ഇതെന്തോന്നു ബാഗ്, നല്ല ഭാരം. ഓട്ടോ കാശ് നീ കൊടുക്കണോ അതോ ഞാൻ കൊടുക്കണോ? വന്ന് ഇറങ്ങി ഉടനെ എനിക്കിട്ട് തന്നെ പണി തരണ്ട. അമ്മ തന്നെ ഓട് എട്. കൊടു. അവിടെ ഇതെന്തിനാ ഇത്രയും പെട്ടി? ഇവിടുന്ന് പോവാ ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. ദൈവമേ, ഇടിവെട്ടിയവനെ പേപ്പട്ടി കടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. അല്ല ഇതൊരു അമ്മയോ? അല്ല തൊമ്മി. തൊമ്മിയോ? അല്ല തൊമ്മിയെ, അവൻ പ്ലാവേത് ചക്കയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവന്റെ കാര്യം പറയായിരുന്നു. അമ്മ വാ, അകത്തേക്ക് ഇരിക്കാം, വാ. ഇതിനകത്ത് AC ഒന്നും ഇല്ലല്ലേ? തുടങ്ങി. ഇല്ലല്ലോ അളിയന്റെ അമ്മ. എന്നാ ഞാനിവിടെ ഇരിക്കാം. കുറച്ച് കാറ്റ് കിട്ടട്ടെ, കുറച്ച് നല്ല ഓക്സിജൻ എടുത്തിട്ട് റൂമിലേക്ക് പോകാം. അമ്മയ്ക്ക് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായയോ കാപ്പിയോ? ഈ ചായ കാപ്പി ഇങ്ങനത്തെ ഊപ്പ സാധനങ്ങളൊന്നും ഞാൻ കുടിക്കത്തില്ല. കറന്നെടുത്ത പശുവിൻ പാല് ഇടവിട്ടിടവിട്ട് സ്മൂത്തി. സ്മൂത്തിയോ? ആ, സ്മൂത്തി. ഓ, അതൊന്നും നിങ്ങൾ കഴിച്ചു കാണത്തില്ലല്ലോ. നിങ്ങൾ കഴിക്കുന്നത് വാട്ടുകപ്പയും കട്ടൻ കാപ്പിയും അല്ലയോ? ഈ തള്ള മുടിഞ്ഞ തള്ളാണല്ലോ. ഇപ്പോഴും ഈ പൂപ്പൽ പിടിച്ച കെട്ടിടത്തിലാണോ നിങ്ങൾ താമസിക്കുന്നത്? അല്ല, ഈ വാടക വീട്ടിലെ താമസം നിർത്താറായില്ലേ? നിങ്ങൾക്കാർക്കും ഇല്ലെങ്കിലും എനിക്കൊരു അന്തസ്സുണ്ട്, ആഭിജാത്യമുണ്ട്, പാരമ്പര്യമുണ്ട്. എന്റെ മകന്റെ ഭാര്യ വീട്ടുകാര് വാടക വീട്ടിലാണ് താമസിക്കുന്നത് പറയാൻ എനിക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട്. ഈ തള്ള ഇവരെ കയ്യിൽ വാങ്ങിച്ചു കൂട്ടും. ആ കൊച്ചമ്മണിയുടെ വലിയ കൊട്ടാരത്തില് ഞാൻ ഒരിക്കൽ വന്നതാ. 10 മിനിറ്റേ ഇരുന്നുള്ളൂ. ഉറുമ്പ് കടിച്ചെന്നെ ഊപ്പാട് കിടത്തി. അല്ല, എവളേതാ ഈ ശൃംഗാരി? അമ്മേ, ഇത് രമ്യ, ഈ വീടിന്റെ ഉടമയില്ലേ രുക്മിണി ആന്റി? ആ
രുക്മിണി ആന്റിയുടെ മോളാ. ഓ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പലിശക്കാരി ചുപ്പിണി. ഓപ്പറേഷൻ കുബേരകാലത്ത് ഇവളുടെ അപ്പൻ ആ മരങ്ങോടനെ പോലീസുകാരെടുത്തിട്ട് മെതിച്ചതല്ലേ? എനിക്കറിയാം. ദേ, എന്റെ അച്ഛനും അമ്മയും ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യോടി? എന്ത് ചെയ്യോന്ന്? താഴത്ത് നിന്ന് വളരടി. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച കോലുനാരായണി. ദേ, എന്റെ സ്വഭാവം മാറുന്നുണ്ട്. നിങ്ങൾ ആരെങ്ങനെ ചാടിക്കടിക്കാൻ? എന്നെ നിനക്കറിയില്ല. ഞാൻ കൊച്ചമ്മണിയാ, മുണ്ടയ്ക്കൽ കൊച്ചമ്മണി എന്ന് പറയും. മുണ്ടയ്ക്കൽ ശേഖരന്റെ പെങ്ങളാണോ? ആ അതെ, മംഗലശ്ശേരി നിലകണ്ഠന്റെ ശത്രു. നിന്നെ ഞാൻ ശരിയാക്കി തരാം. അമ്മേ, രമ്യ നമുക്ക് വേണ്ടപ്പെട്ടവളാ. അതെ അമ്മേ, വലിയ പരോപകാരിയാ. ആണോ? ആ, എന്നാലും നേരാമണ്ണം വളർന്ന ലക്ഷണമില്ലല്ലോ. അല്ല, നീ ഇട്ടിരിക്കുന്നതൊക്കെ സ്വർണ്ണാണോടി? മുക്കുപണ്ടങ്ങളെല്ലാം കൂടെ എടുത്ത് മേത്തിട്ടാലേ ചൊറിഞ്ഞ് പണ്ടാറടങ്ങി പോകും. എനിക്കേ മുക്കുകൊണ്ട് വിടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, പിന്നെ നീ എന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? ഇവിടെ പൊരന്നിറഞ്ഞിരിക്കുന്ന ഒരു ആങ്കൊച്ചുള്ള വീടാ. ഈ നിപ്പത്ര ശരിയല്ലല്ലോ. ഇറച്ചിക്കടയുടെ വാതില് പട്ടി നിൽക്കുന്നത് പോലെ. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഇവരൊക്കെ കുട്ടിക്കാലം മുതല് ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. ഓ, ബാല്യകാല പ്രാവുകൾ. രാജു, എന്താണ് എന്റെ അമ്മേ? പിന്നെ നീ ആ മന്ത്രിയുടെ മോളെ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ട് കെട്ടാതെ വിട്ട് കളഞ്ഞത് ശരിയായില്ല. എടാ, നീ ഇത്രയ്ക്ക് മണ്ടനാണോ? ഞാൻ കേട്ടിടത്തോളം ആ പെങ്കൊച്ചു ഭൂലോക സുന്ദരിയാ.